യെസ്, ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെടുകയാണ്. ഇന്നലെ വൃശ്ചിക മാസം 1-ാം തീയതിയായിരുന്നു. ആദ്യ ദിവസം തന്നെ 1,00,000-ലധികം ആളുകൾ അയ്യനെ കാണാനായി മല കയറി എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. വലിയ ഭക്തജന തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ടാകുന്നുവെന്ന് രാവിലെ നമ്മുടെ റിപ്പോർട്ടർമാരായിട്ടുള്ള അരുൺ കൊടുങ്ങൂരും മിഥുൻ മുരളിയുമൊക്കെ പറഞ്ഞിരുന്നു പുത്തൻ പുലരിയിൽ. പക്ഷേ ഈ അയ്യപ്പ ഭക്തരുടെ വലിയ ഒഴുക്ക് അവിടെ ഉണ്ടാകുന്ന ഘട്ടത്തിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നമ്മുടെ സംസ്ഥാന സർക്കാരാകട്ടെ ദേവസ്വം ബോർഡായിക്കോട്ടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഭക്തരുടെ പ്രതികരണത്തിലേക്ക് ആദ്യം പോകാം. അതിനുശേഷം സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി ഉണ്ടാകും. முன்ன மாதிரி பாத்ரூம்லாம் இல்லை. இப்போ வசதி நோ வேஸ்ட். சாப்பாடு தண்ணி எதுவும் இல்லை. காலையில் 4:15 காலையில் சாப்பாடு கிடையாது, மதியம் சாப்பாடு கிடையாது, இப்போ சாயந்தரம்னா டிஃபன் கிடையாது. இங்கே எதுவும் தரல. தண்ணி கொடுக்குறாங்க. அது கூட தண்ணி வந்து குறைச்சல் தான். இங்கே உள்ளே வந்த பார்த்தா தண்ணி உள்ளே வந்த மலை ஏறி உள்ளே வந்தால் தண்ணி கிடைக்குது. வெளியில் நடக்க சொல்ல தான் தண்ணி வேணும். மலை ஏறி உள்ளே வந்து தண்ணி கொடுத்து என்ன பண்ண போகிறேன்? நான் மலை ஏற சொல்ல தான் தண்ணி வேணும். அப்போ தான் நாக்கு வரட்டுது. அப்போ தண்ணி தரலையே. உள்ளே வந்த மட்டும் ஏன் தண்ணி கொடுத்தாரா? It's a very bad maintenance. There is no washrooms. There is no facilities in Sabarimala. 10 గంటలకు వచ్చినాం స్వామి. 10 గంటలకు వస్తే కిలోనే నిలబడి కాలు నొప్పులు అయిపోయి ఈ ఎరకు భోజనం కూడా లేదు. 8 மணி நேரமா வந்துடுறோம். ரொம்ப கஷ்டமாக இருக்குது. இந்த 8 hour வெயிட்டிங். இல்லை 7 மணிக்கு ஸ்டார்ட் பண்ணுது. இது வரைக்கும் ஒரு தண்ணி இல்லை, சாப்பாடு இல்லை, ஒரு பிஸ்கெட் இல்லை, எண்ணுமே இல்லை. எப்படி சார் குழந்தைங்களாம் தூக்கின்னு வர்றது? நாங்கள் ஒரு பாத்ரூம் வசதி கூட இல்லை சார். இது எப்படி இந்த கியூவில் வந்து எப்படி நாங்கள் வர்றது? காலையில் 7 மணிக்கு ஸ்டார்ட் ஆகுது. நாங்கள் பம்பாவில் இன்றைக்கி என்ன இப்போ 7 மணி ஆயிடுச்சு. இருக்குது 1 கிலோமீட்டருக்கு ஒன்று இருக்குது. போதுங்களா? அது 1-2 இருக்குது. போதுங்களா? ஒரு தண்ணி வசதி இல்லை. ரொம்ப கஷ்டமாக இருக்குது, சிரமமாக இருக்குது. இந்த கோயிலுக்கு வரலான்ற ஆசையாக விட்டுருச்சு. எங்களுக்கு ஆசையாக போயிடுச்சு. 12 மணி நேரம் ஆகும் சாமியா. சாமி பார்க்கல 7 மணிக்கு ஏற்றணும். இந்த குட்டி சாமி ஏற்றின்னு இன்னும் நம்ம சாமி பார்க்கல. எங்கள் குரு சாமி வச்சுன்னு நாங்கள் ஒரு 48 பேர் பஸ்ஸில் வந்தோம். இது தமிழ்நாட்டிலேருந்து வந்திருக்கோம், காஞ்சிபுரத்துலேருந்து வந்திருக்கோம். 7 மணிக்கு ஏறணும். இன்னும் குட்டி சாமி வச்சுன்னு போயின்னுக்கிறோம். இன்னும் சாப்பிடவும் இல்லை, ஒன்றும் இல்லை, எதுவும் பாத்ரூம் சரியில்லை. യെസ്, സന്നിധാനത്ത് നിന്നും മിഥുൻ പുരളി തയ്യാറാണ്. മിഥുൻ, ഈ സ്വാഭാവികമായും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇന്നും ഇന്നലെയും നമ്മളുടെ ബൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥാടകരാണ്. അത് സ്വാഭാവികമാണ്. കാരണം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം അവർ അയോധ്യയിലും വാരണാസിയിലും ഒക്കെ പോയിട്ടുള്ളവരാണ്. അതായത് ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി അവിടെ എങ്ങനെയാണ് തീർത്ഥാടകരെ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണയുള്ളവർ ശബരിമലയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. അതായത് ഭക്തർ പറയുന്നത് അവർക്ക് അവിടെ VIP പരിഗണന വേണമെന്നല്ല. കാരണം കല്ലും മുള്ളും ചവിട്ടി ഈ കാനന പാതകൾ കടന്ന് ശബരിമല ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അതൊരു തീർത്ഥാടനമാണ്. അതിന് മനസ്സിനെയും ശരീരത്തെയും ശുദ്ധിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ അവിടേക്ക് എത്തുന്ന തീർത്ഥാടകന് അടിസ്ഥാന സൗകര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. അടിസ്ഥാന സൗകര്യം അതുപോലും ഒരുക്കാൻ ഈ തവണയും നമ്മുടെ നാട്ടിലെ ഭരണകൂടത്തിനും ദേവസ്വം ബോർഡിനും കഴിഞ്ഞിട്ടില്ല എന്നത് അങ്ങേയറ്റം ദുഃഖകരമാണ്. പറയൂ മിഥുൻ. ഗൗതം, വളരെ വേദനിപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് ഭക്തരുടെ ഭാഗത്ത് നിന്ന് സന്നിധാനത്ത് നിന്നും ഉണ്ടാകുന്നത്. കഠിനമാണ് പ്രയാസങ്ങൾ, കഠിനമാണ് ദുരിതം. ഈ ദുരിതങ്ങളെല്ലാം താണ്ടിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. അത് 10, 12, 16 മണിക്കൂറുകൾ കാത്തുനിന്നതിന് ശേഷമാണ് സന്നിധാനത്തേക്ക് എത്താനും അയ്യപ്പസ്വാമിയെ ഒരു നോക്ക് കാണാനും അവർക്ക് സാധിക്കുന്നത്. അത്രയും സമയം കാത്തു നിൽക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഈ കാത്തു നിൽക്കുന്ന സമയം അവർക്ക് വെള്ളം വേണം, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സൗകര്യങ്ങൾ മല കയറി എത്തുന്ന വിവിധ ഭാഗങ്ങളിൽ ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ വിരിവെച്ച് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യം വേണം. ഇതൊന്നും ഇല്ല. ഇത്തവണയും ഈ ആവർത്തിക്കുന്ന വീഴ്ചകൾ അതിലും വലിയ രീതിയിൽ ആവർത്തിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് സന്നിധാനത്ത് നിന്നും കാണുന്നത്. വലിയ രോക്ഷമാണ് ഭക്തജനങ്ങൾ പ്രകടമാക്കുന്നത്. പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ വലിയ രോക്ഷപ്രകടനം സംസ്ഥാന സർക്കാരിനെതിരെയും ദേവസ്വം ബോർഡിനെതിരെയെല്ലാം പ്രകടിപ്പിക്കുന്നു. ഇനി സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് ഇല്ല എന്ന് വരെ പറയുന്ന വളരെ വേദനിപ്പിക്കുന്ന പ്രതികരണങ്ങൾ വരെ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതിലധികവും അയൽ സംസ്ഥാന ഭക്തജനങ്ങളാണ്.